പ്രിയപ്പെട്ടവരെ, കഴിഞ്ഞ ദിവസം മിഥുൻ ചേട്ടനെ കാണാൻ ഞാനും പോയിരുന്നു. അവിടെ വെച്ച് നമ്മൾ ലൈവ് ഇട്ടായിരുന്നു. പിന്നെ 2 മിനിറ്റ് കഴിഞ്ഞപ്പോൾ ഞാൻ പറഞ്ഞു ലൈവ് അങ്ങ് കട്ട് ചെയ്തേക്കാൻ. കാരണം ഞാൻ ലാസ്റ്റ് പറയാം. അവിടെ നിന്നിട്ട് ഞാനൊരു വീഡിയോ ചെയ്യാൻ നോക്കി. പക്ഷേ മിഥുൻ ചേട്ടനെ കണ്ടതിന് ശേഷം എനിക്കൊന്നും പറയാൻ പറ്റാത്ത അവസ്ഥയായിപ്പോയി. മിഥുൻ ചേട്ടൻ ഉറങ്ങിക്കിടക്കുന്ന പോലെ കിടക്കുന്നു. കണ്ടിട്ട് ഭയങ്കര വിഷമം തോന്നി. പ്രിയപ്പെട്ടവരെ, മിഥുൻ ചേട്ടനെ അവസാനമായിട്ട് കാണാൻ വേണ്ടിയിട്ടാണ് ഞാൻ ഇവിടെ വന്നത്. സ്കൂളിൽ ആയിരക്കണക്കിന് ആളുകളാണ് മിഥുൻ ചേട്ടനെ കാണാൻ വേണ്ടിയിട്ട് വന്നത്. മിഥുൻ ചേട്ടൻ്റെ കൂട്ടുകാരും അധ്യാപകരും എല്ലാവരും വലിയ വിഷമത്തിലാണ്. ഇത്രേ എനിക്ക് അവിടെ നിന്ന് പറയാൻ പറ്റുള്ളൂ. അപ്പോഴത്തേക്ക് എന്തോ പോലെ മൂഡ് ഓഫ് ആയിപ്പോയി. പിന്നെ എനിക്ക് എങ്ങനെയെങ്കിലും വീട്ടിൽ വന്നാൽ മതി എന്നായി. അങ്ങനെ ഞാൻ വീട്ടിൽ വന്നതിന് ശേഷം സാധാരണ ഞങ്ങൾ ശനിയും ഞായറുമാണ് വീഡിയോ എടുക്കുന്നത്. ബാക്കിയുള്ള ദിവസമൊക്കെ സ്കൂളുകളിലുണ്ട്. അപ്പോൾ ശനിയും ഞായറും വീഡിയോ എടുക്കുന്ന ദിവസമായിട്ട് അന്ന് മൂഡ് ഓഫായി. ഒന്നും എടുക്കാനൊന്നും പറ്റിയില്ല. ഞാൻ ആദ്യമായിട്ടാണ് ഇങ്ങനെ ഒരു ചടങ്ങിൽ പോകുന്നത്. നമ്മുടെ ബന്ധുക്കളുടെയൊക്കെ മുന്നേ വീട്ടിൽ പോയിട്ടുണ്ട്. പക്ഷെ ആദ്യമായിട്ടാണ് ഇത്ര ആളുകളുള്ള ചടങ്ങിൽ ഞാൻ പോകുന്നത്. കുറേ നേരം ക്യൂ നിന്നിട്ടാണ് മിഥുൻ ചേട്ടനെ ഒന്ന് കാണാൻ പറ്റിയത്. അത്രയ്ക്കും ആളുകളായിരുന്നു മിഥുൻ ചേട്ടനെ അവസാനമായിട്ട് കാണാൻ വേണ്ടിയിട്ട് തടിച്ചു കൂടിയത്. 10 മണിക്ക് വരുമെന്ന് പറഞ്ഞെങ്കിലും റോഡ് ബ്ലോക്ക് ആയതുകൊണ്ട് ഒരു 11 മണി 11:30 ആയപ്പോഴാണ് മിഥുൻ ചേട്ടൻ പഠിച്ച സ്കൂളിൽ വന്നത്. പിന്നെ പൊതുദർശനമൊക്കെ കഴിഞ്ഞു. ഉച്ചയ്ക്ക് ശേഷം മിഥുൻ ചേട്ടനെ വീട്ടിലേക്ക് കൊണ്ടുപോയി. പിന്നെ എനിക്ക് അവിടെ ഏറ്റവും ബുദ്ധിമുട്ടായി തോന്നിയൊരു കാര്യമുണ്ട്. അത് പറയുമ്പോൾ നിങ്ങൾ വിചാരിക്കരുത് കുഞ്ഞു വായിൽ വലിയ വർത്താനം പറയുന്നെന്ന്. എനിക്ക് നേരിട്ട് കണ്ടപ്പോൾ എനിക്ക് തോന്നിയ കാര്യം ഞാൻ പറഞ്ഞു. അത്രേ ഉള്ളൂ. അപ്പം നമ്മൾ എപ്പോഴും കോമഡിയും ചളിയും മാത്രമായിട്ട് കാര്യമില്ലല്ലോ. കുറച്ച് കാര്യങ്ങളൊക്കെ സീരിയസും പറയണമല്ലോ. സംഭവം വേറെ ഒന്നുമല്ല. ഈ ചാനലുകാരുണ്ടല്ലോ, എവിടെ നോക്കിയാലും ചാനലുകാർ, ഇഷ്ടംപോലെ ചാനലുകാരാ. ഒരു വണ്ടി ഇഷ്ടംപോലെ ഇങ്ങനെ കിടക്കുക. ഇവർ മുകളിൽ ക്യാമറ, താഴെ ക്യാമറ, അവിടെ ക്യാമറ, ഇവിടെ ക്യാമറ. ഇവർ ഈ മൈക്കും കൊണ്ട് അങ്ങോട്ടോടുന്നു ഇങ്ങോട്ടോടുന്നു. ഈ ക്യൂ നിൽക്കുന്ന ആളുടെ അടുത്ത് ഇങ്ങനെ ചോദിച്ചു നടക്കുന്നു. അപ്പോൾ ഞാൻ വന്നിട്ട് ആശാൻ്റെ അടുത്ത് പറഞ്ഞു, ആശാൻ്റെ ലൈവ് അങ്ങ് കട്ട് ചെയ്തേക്ക്. ഇത്രയും പേര് ചാനൽ ഇങ്ങനെ ഇടുമല്ലേ, അവരൊക്കെ ബാക്കിയുള്ളവരൊക്കെ TV ഇരുന്ന് കാണുമല്ലേ. നമ്മളെന്തിനാ, നമ്മുടെ നാട്ടിൽ നടന്ന സംഭവമല്ലേ, അപ്പം നമ്മളൊന്ന് ഇട്ടാണ് നമ്മുടെ ആൾക്കാരൊക്കെ കാണാൻ വേണ്ടിയിട്ട്. പിന്നെ ഞാൻ പറഞ്ഞു അങ്ങ് കട്ട് ചെയ്തേക്കാൻ. വാർത്തകൾ പുറത്തു കൊണ്ടുവരുന്നത് മാധ്യമങ്ങളാണ്. പക്ഷെ ചില സമയത്ത് ഇവരെ കാണിക്കുന്ന കാണുമ്പോൾ അവർ മത്സരിക്കുന്നതാണെന്ന് തോന്നുന്നു. അങ്ങോട്ടോടുന്ന് ഇങ്ങോട്ടോടുന്ന്. ഇതിൻ്റെ ഇടയിൽ ക്യൂ നിന്ന ഒരാൾ കുഴഞ്ഞു വീണ. അപ്പോഴത്തേക്ക് എല്ലാവരും ക്യാമറ എണ്ണിക്കാൻ പോലും എണ്ണിപ്പിക്കാൻ പോലും അവരതെടുത്തോണ്ട് ക്യാമറ എടുത്തോണ്ട് അങ്ങോട്ട് ചെല്ലുന്നു. പിന്നെ ചെറിയ വിഷമമുള്ളവരുണ്ടാവും. അവരുടെ അടുത്ത് ചെന്നിട്ട് ചോദിച്ച് അവരെ കരയിപ്പിക്കും. എന്നിട്ട് അത് ക്യാമറയിലാക്കും. ഇതൊക്കെ ഞാൻ കണ്ട കാര്യം കേട്ടോ. എൻ്റെ കണ്ണുകൊണ്ട് ഞാൻ നേരിട്ട് കണ്ട കാര്യങ്ങളാണ് ഇത്. അപ്പോൾ എനിക്ക് ഓർമ്മ വന്നത് നമ്മുടെ പ്രിൻസ് ആൻഡ് ഫാമിലി സിനിമയിൽ ഉർവശി ചേച്ചി പറഞ്ഞ ഡയലോഗാ. ഒരിക്കലും സ്വന്തം അച്ഛനെ നഷ്ടപ്പെട്ട 6 വയസ്സുകാരന്റെ മുമ്പിൽ ക്യാമറയും പൊക്കി പിടിച്ചോണ്ടിയെന്ന് അതിന്റെ കരച്ചിലൊരു ദയയില്ലാതെ എടുക്കുന്നതാ നീ പറഞ്ഞ റിയാക്ഷൻ അല്ലയോ? മരണ വീട്ടിൽ പോലും മര്യാദ പാലിക്കാതെ കുറച്ച് വ്യൂസിനും ലൈക്സിനും വേണ്ടി നിങ്ങൾ ഈ കാണിക്കുന്ന ക്രൂരതയുടെ ഉത്തരവാ ഇപ്പൊ ഈ ICU കിടക്കുന്ന സഫ്യ. കഴിഞ്ഞ വർഷം ഇതേ സമയത്താണ് നമ്മുടെ ലോറി ഡ്രൈവറായ അർജുൻ ചേട്ടൻ നമ്മളെ വിട്ടുപോയത്. ഇന്നിപ്പോൾ ഒരു മെസ്സേജ് കണ്ടു. മിഥുൻ ചേട്ടൻ്റെ അമ്മ ഫ്ലൈറ്റിൽ വന്ന് ഇറങ്ങിയപ്പോൾ ഈ മാധ്യമക്കാരെല്ലാവരും കൂടി തള്ളി ഇടിച്ചു കയറി വീണെന്നൊക്കെ. എന്തൊരു കഷ്ടമാണ്. ഞാൻ പറ്റുമെങ്കിൽ ആ മെസ്സേജ് കൊടുക്കാൻ നോക്കാം. അപ്പോൾ ഇതിൻ്റെ പേരാണ് മാധ്യമധർമ്മം അല്ലെങ്കിൽ മാധ്യമ സ്വാതന്ത്ര്യം. അപ്പോൾ എനിക്ക് ഏതായാലും ചാനലുകാരോട് പറയാനുള്ളത്, നിങ്ങൾ ഈ മിഥുൻ ചേട്ടൻ്റെ കുടുംബത്തിന് എന്തെങ്കിലും സഹായം ചെയ്യണം. ഒന്നും പറ്റിയില്ലെങ്കിൽ ആ മിഥുൻ ചേട്ടൻ്റെ അനിയനുണ്ടല്ലോ, ആ അനിയൻ്റെ പഠന ചെലവ് മൊത്തം നിങ്ങൾ നോക്കുക. നല്ലൊരു സ്കൂളിൽ കൊണ്ട് ചേർക്കുക. എന്നിട്ട് അതിൻ്റെ ചിലവൊക്കെ നിങ്ങൾ നോക്കുക. അപ്പോൾ ഇതെൻ്റെ ഒരു റിക്വസ്റ്റാണ്, പ്ലീസ്. പിന്നൊരു കാര്യം, ഞാൻ നേരത്തെ പറഞ്ഞ പോലെ നമ്മുടെ കാഴ്ചപ്പാടാണ് മാറേണ്ടത്. നമ്മളൊരു അപകടം പറ്റിക്കഴിഞ്ഞതിന് ശേഷം പ്രതികരിക്കാൻ ചെന്നിട്ട് കാര്യമില്ല. ആ അപകടം പറ്റുന്നതിന് മുമ്പ്
നമ്മൾ അത് തടയാൻ ശ്രമിക്കുക. ഇപ്പോൾ മഴക്കാലമാണ്, ലൈൻ കമ്പിയൊക്കെ പൊട്ടി വീഴാൻ സാധ്യതയുണ്ട്, അല്ലേ ആ ലൈൻ കമ്പിയുടെ പുറത്തേക്ക് മരമൊക്കെ വീഴാറുണ്ട്. അപ്പോൾ ഈ സ്കൂളിൻ്റെയൊക്കെ മതിൽ, പിന്നെ വലിയ മരങ്ങൾ, ദുരന്തം ഉണ്ടാക്കുന്ന മരങ്ങളൊക്കെ ഉണ്ട്. ഇതൊക്കെ നിങ്ങൾ കണ്ടു കഴിഞ്ഞാൽ ബന്ധപ്പെട്ടവരെ ഉടൻ അറിയിക്കുക. ആ അപകടം പറ്റിക്കഴിഞ്ഞതിന് ശേഷം അറിയിച്ചിട്ടൊരു കാര്യമില്ല. ഇപ്പോൾ ഞങ്ങളുടെ സ്കൂളിലൊക്കെ ഈ ജാഗ്രതാ സമിതി എന്ന് പറയുന്ന ഒരു സമിതി രൂപീകരിച്ചിട്ടുണ്ട്. എല്ലാ സ്കൂളിലും കാണും. അപ്പോൾ ഇതിലുള്ള പ്രവർത്തകർ ഇങ്ങനൊന്നും സംഭവിക്കാതിരിക്കാൻ ശ്രദ്ധിക്കുക, സൂക്ഷിക്കുക. അപ്പോൾ ഒരിക്കൽ കൂടി മിഥുൻ ചേട്ടൻ്റെ കുടുംബത്തിൻ്റെ ദുഃഖത്തിൽ പങ്കുചേരുന്നു.